അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ്ജ മാസമാണ് ഇത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അമൂല്യമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ദിക്റിനെ നിങ്ങൾ ചൊല്ലുന്ന ഏത് ദുആയുടെയും അവസാനത്തിൽ നിങ്ങൾ ഇത് ചൊല്ലുകയാണെങ്കിൽ ആ ഒരു ദുആ അല്ലാഹു തആല നിങ്ങളിൽ നിന്നും കബൂലാക്കുകയും ചെയ്യുന്നതാണ്. നമുക്കൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി നമ്മൾ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. സന്തോഷം വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് സ്തുതിക്കണം. അതുപോലെ സങ്കടം വരുന്ന സമയത്ത് അതിനെ ഇല്ലാതെയാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയും വേണം. എന്നാൽ നമ്മൾ എത്ര ദുആ ചെയ്തിട്ടും നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഖബൂൽ നൽകുന്നില്ല എങ്കിൽ, ഇജാബത്ത് നൽകുന്നില്ല എങ്കിൽ, ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ദുആയുടെ അവസാനത്തിൽ ഈ പറയുന്ന 2 വരി ദിക്റ് നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ ആ ദുആ നിങ്ങളിൽ നിന്നും കേൾക്കുക തന്നെ ചെയ്യുന്നതാണ്. പല ആളുകൾക്കും അറിയാവുന്നതാണ് ഈ ഒരു ദിക്റ് ഏതാണ് എന്നത്. എന്നാലും ഇതുവരെ ചൊല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ മുൻപിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യുന്ന ദുആയുടെ അവസാനത്തിൽ നിങ്ങൾ ഈ ഒരു വാക്കിനെ കൂട്ടിച്ചേർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അതിൻ്റെ തക്കതായിട്ടുള്ള പ്രതിഫലം നാളെ മഹ്ശറ ലോകത്ത് വെച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ദിക്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ ദുആയുടെ അവസാനത്തിലും നമ്മൾ ചൊല്ലുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദുആകൾ നമ്മൾ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു തആല കബൂലാക്കുന്നതാണ്. അപ്പോൾ ഒരു ദുആ നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ആദ്യം ഹംദും സലാത്തും സലാമും കൊണ്ട് നമ്മൾ തുടങ്ങണം. അതിനുശേഷം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള പല അനുഗ്രഹങ്ങളും നമ്മൾ പറയണം. അതിനുശേഷം നമ്മുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കണം. അവസാനം നമ്മൾ ഈ ഒരു ദിക്റ് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ദുആക്കും അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. നമുക്ക് എത്ര നടക്കാത്ത കാര്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂവണിഞ്ഞ് കിട്ടാനുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു തആല പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.